32 വർഷമായി ശയ്യാവലംബയായ ജ്യോതിലക്ഷ്മിക്ക് സുമനസ്സുകളുടെ സഹായം തേടി കുടുംബം. കഴിഞ്ഞ 32 വർഷമായി ശയ്യാവലംബയായി കഴിയുന്ന ജ്യോതിലക്ഷ്മിയും കുടുംബവും ഇന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. ഭർത്താവിന്റെ സഹോദരിക്ക് വേണ്ടി തളിക്കുളം സർവീസ് സഹകരണ ബാങ്കിൽ ജ്യോതിലക്ഷ്മിയുടെ വീടും സ്ഥലവും പണയപ്പെടുത്തിയെടുത്ത 6 ലക്ഷം രൂപയുടെ വായ്പ പലിശ ഉൾപ്പെടെ ഇപ്പോൾ ഏകദേശം 13 ലക്ഷം രൂപയായി ഉയർന്നിരിക്കുകയാണ്. വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിനാൽ ഏതു നിമിഷവും വീടും സ്ഥലവും ജപ്തി ചെയ്യപ്പെടുമെന്ന ആശങ്കയിലാണ് ജ്യോതിലക്ഷ്മിയും കുടുംബവും. ശയ്യാവലംബയായ അമ്മയെയും മകളെയും സംരക്ഷിക്കാനുള്ള ഭാരവും സാമ്പത്തിക പ്രതിസന്ധിയും കുടുംബത്തെ തളർത്തിയിരിക്കുകയാണ്. എൻ്റെ ആകെയുള്ളൊരു കിടപ്പാടം ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ്. സത്യത്തിൽ ഞാനല്ല അത് വെച്ചിട്ടുള്ളത്, സഹോദരിയും ഭർത്താവും കൂടി വന്നിട്ട് വെച്ചിട്ടുള്ളതാണ്. അവരത് വന്ന് വെച്ചിട്ട് അടുത്ത മാസം തന്നെ എടുത്തു തരാമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ആധാരം എഴുതി ഒപ്പിച്ച് കൊടുത്തത്. പക്ഷേ അവർ 2 മാസം അടച്ചു അത്. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവിന് ക്യാൻസർ വന്നു, അവൻ മരണപ്പെട്ടു. അത് കഴിഞ്ഞ് ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ ഭാര്യ മരണപ്പെട്ടു. അപ്പോൾ അവർക്കുള്ളതൊരു ചെറിയ മകനാണ്. അപ്പോൾ അവർ മരണപ്പെട്ടപ്പോൾ ഒപ്പിട്ട് കൊടുത്ത ഞാൻ അതിനൊരു സാക്ഷിയായി തീർന്നു. എനിക്കിപ്പോൾ ഞാൻ 36 വർഷമായിട്ട് തളർന്നു കിടക്കുന്ന ഒരാളാണ്. അരക്കീപ്പെട്ട് ആദ്യ പ്രസവത്തിന് ശേഷം 36 വർഷമായിട്ട് ഞാൻ തളർന്നെടുക്കുന്ന ഒരാളാണ്. എനിക്കുള്ളതൊരു മോളാണ്. എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു. എനിക്ക് ആരുമില്ല. എനിക്ക് ഒരു മരുന്നിനായിക്കോട്ടെ, ഒരു ചികിത്സയ്ക്കായിക്കോട്ടെ, എൻ്റെ ജീവിതങ്ങൾക്കായിക്കോട്ടെ ഞാൻ വളരെ ബുദ്ധിമുട്ടി കഴിയുന്ന ഒരാളാണ്. എനിക്കിപ്പോൾ ഈ ഇത്രയും വലിയൊരു തുക അടച്ചു തീർത്ത് എൻ്റെ ആധാരം എനിക്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർ 7 ദിവസത്തെ ഒഴിവാണ് പറഞ്ഞിട്ടാണ് എനിക്ക് ജപ്തി നോട്ടീസ് വന്നിട്ടുള്ളത്. 7 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും നിവാരണം നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഈ നോട്ടീസ് വന്നിട്ടുള്ളത്. പക്ഷേ 7 ദിവസം ആയാലും എനിക്കൊരു 70 രൂപ പോലും എനിക്ക് തിരിച്ചടയ്ക്കാൻ എൻ്റെ കയ്യിലില്ലാത്ത ഒരാളാണ്. ബന്ധപ്പെട്ട അധികാരികളും സുമനസ്സുകളും സഹായഹസ്തം നീട്ടുമെന്ന പ്രതീക്ഷയിലാണിവർ. ജ്യോതിലക്ഷ്മിയുടെ വീട് ജപ്തിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനും കുടുംബത്തിന് ആശ്വാസമാകുന്നതിനുമായി സാമ്പത്തിക സഹായം നൽകണമെന്ന് മണപ്പുറം വയോജന ക്ഷേമ സമിതി ചാരിറ്റബിൾ സൊസൈറ്റി തൃപ്രയാർ ചെയർമാൻ ലാൽ കച്ചില്ലം പറഞ്ഞു. ജ്യോതി 32 വർഷമായിട്ട് എഴുന്നേൽക്കാൻ കഴിയാതെ ഒരേ കിടപ്പിലാണ്. അവിടെ കിടന്നുകൊണ്ട് 3 പുസ്തകങ്ങൾ ജ്യോതി എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ജ്യോതിയുടെ അവസ്ഥ നല്ലവരായ കാരുണ്യ മനസ്സുള്ള ആളുകളിലേക്ക് ഈ വാർത്ത എത്തിക്കുക എന്നുള്ളതാണ്. ജ്യോതിയും ജ്യോതിയുടെ മകളും എപ്പോൾ വേണമെങ്കിലും തളിക്കുളം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ജപ്തി ഭീഷണിയിൽ കഴിയുകയാണ്. ആയതിനാൽ രാഷ്ട്രീയ ഭേദമന്യേ ആളുകളുടെ സഹായം ജ്യോതിക്ക് ഇപ്പോൾ ആവശ്യമാണ്. ആയതിനാൽ ഈ വാർത്ത കാണാതെ പോകരുത്. ഈ വാർത്ത കേൾക്കുന്നവർ നിങ്ങളുടേതായ സുഹൃത്തുക്കളെയും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ എത്തിച്ചുകൊണ്ട് ജ്യോതിയുടെ ഈ കിടപ്പാടം നഷ്ടപ്പെടാതിരിക്കാൻ നല്ലവരായ സുമനസ്സുകളോട് മണപ്പുറം വയോജന ക്ഷേമ സമിതി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് അപേക്ഷിക്കുകയാണ്. സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ മണപ്പുറം വയോജന ക്ഷേമ സമിതി ചാരിറ്റബിൾ സൊസൈറ്റി തൃപ്രയാറുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9539469543. കാനറ ബാങ്ക് വാടാനപ്പള്ളി ശാഖ അക്കൗണ്ട് നമ്പർ 106210102446. ബാങ്ക് അക്കൗണ്ടിലേക്കും 9847723789. ഗൂഗിൾ പേ നമ്പറിലും സഹായം നൽകാവുന്നതാണ്.